മമ്മൂട്ടി നായകനായ ഹിറ്റ്ലർ എന്ന സിനിമയിൽ സോമന്റെ ഡയലോഗ് മലയാളികൾ പലപ്പോഴും ഒരു തമാശയായി പറയാറുണ്ട്. അവരൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ പിന്മാറിയേനെ. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി പോലീസിനോട് പറഞ്ഞതാണിത്. ബാങ്ക് മാനേജർ മരമണ്ടനാണ്. കത്തി കാണിച്ചപ്പോഴേ അയാൾ മാറിയെന്നാണ് റിജോയുടെ മൊഴി. ഭാര്യയെ പേടിച്ച് ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയ ഈ റിജോ അല്ലേ യഥാർത്ഥത്തിൽ മരമണ്ടൻ? സാമാന്യം സമ്പന്നനായ റിജോ ഇനി കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ. വിദേശത്തുള്ള ഭാര്യ നാട്ടിലെത്തിയാനുള്ള പ്രശ്നത്തെക്കുറിച്ച് തല പുകഞ്ഞാലോചിക്കട്ടെ. അതിവിദഗ്ധമായി കവർച്ച നടത്തിയ റിജോയ്ക്ക് എവിടെയാണ് പിഴച്ചത്? 500ഓളം CCTVകൾ നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതി റിജോ ആന്റണി ഒറ്റക്കാസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും മറ്റു കണ്ടെത്തലുകളും നടത്താനായിട്ടില്ല. എങ്കിലും ആരെങ്കിലും സഹായിക്കാനുള്ള സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളിയ മട്ടുമില്ല. ബാങ്ക് ജീവനക്കാർ കത്തി കണ്ട് പേടിച്ചുവെന്നും എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പണം മുഴുവൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആവശ്യമുള്ള പണം കൈക്കലാക്കി ഉടൻ രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യമെന്നും റിജോ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. റിജോ പണം കടം വാങ്ങിയ സുഹൃത്തിന്റെ വീട്ടിലും ഫെഡറൽ ബാങ്ക് ശാഖയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. ₹12 ലക്ഷം റിജോയുടെ വീട്ടിൽ നിന്നും 2,90,000 രൂപ റിജോ പണം തിരിച്ചു നൽകിയ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. മോഷണ സമയത്ത് ബാങ്കിന് സമീപം വന്ന മൊബൈൽ ഫോണുകളുടെ വിശദാംശങ്ങളാണ് റിജോയിലേക്ക് വഴി തുറന്നത്. ഒരു നിശ്ചിത നമ്പർ ടവർ ലൊക്കേഷനിൽ അടുപ്പിച്ചു വരുന്നതായി കണ്ട പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നീട് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1000ഓളം CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്ത 15 ലക്ഷം രൂപയിൽ 10,000 രൂപയൊഴികെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പ്രതിക്ക് കഴിഞ്ഞുവെങ്കിലും സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള അന്വേഷണത്തിൽ പോലീസ് പിന്നീട് അതിനെ മറികടന്നു. News 18 തൃശൂർ.